അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റുക്കുവിൻ്റെ പാട്ടുണ്ട്, ഒരു ദിവസത്തെ കുറേ വിശേഷങ്ങളുണ്ട്, സുറുമയിൽ പോയി നമ്മുടെ സെബീവായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ട്, ഒരുപാട് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു കട്ടൻ ചായയിൽ എങ്ങനെ ഒരു ദിവസം തുടങ്ങാൻ പോവുകയാണ്. രാവിലെ ദോശയും കടലക്കറി ഒന്ന് ഇളക്കിക്കുമേ. ഇതെന്തോ ഉണ്ടോ, നല്ല അടിപൊളി കടലക്കറിയും ഇവിടെ വെച്ചിട്ട് നിൽക്കുകയാണ്. കിട്ടി ദോശ ചുടുകയാണ്, നെയ്യിലങ്ങനെ കുളിക്കുകയാണ്. മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദോശ. രാവിലെ വാപ്പാപ്പായും കൊച്ചുമോനും കൂടി വണ്ടി കഴുകുക. വാപ്പാപ്പാക്ക് അവൻ സ്വസ്ഥത കൊടുക്കുന്നില്ല. വാപ്പാപ്പ രാവിലെ നിന്ന് ആ വണ്ടി കഴുകാൻ അവനാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കണ്ടോ, എത്ര പ്രാവശ്യം പിടിച്ചിവനെ മുറിക്കകത്തിട്ട് പൂട്ടിന്നറിഞ്ഞ കരഞ്ഞ് ബഹളം വെച്ച് തിരിച്ചു വന്നതാ. കുഞ്ഞമ്മണി, എടി കുഞ്ഞമ്മണി. പിന്നല്ല, അടിയിൽ കലാശിക്കുമെന്ന് തോന്നുന്നത്. ഞാൻ മതി ഇനി പോരാ. ഡ്രസ്സൊക്കെ നനഞ്ഞോ? ഡ്രസ്സ് നനഞ്ഞോ? അതേ പാല് കുടിക്കൻ്റെ മോൻ്റെ ഡ്രസ്സ് നനഞ്ഞ് ഈ വാപ്പാപ്പായ അടി കൊടുക്കാം നമുക്ക് കേട്ടോ. ഈ വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആ ഊഞ്ഞാലങ്ങ് അഴിച്ചിട്ടേ ഇതിൽ വെറുതെ ഒന്ന് ഞാത്തി വെച്ചിരിക്കുക. കണ്ട, അതിൽ കയറി ഇത് പാല് കുടിക്കുക. കള്ളര് നോക്കിക്ക്, നല്ല പൊക്കത്തിലാണ് കേട്ടോ. കേട്ടോ, ഇത്രയും ഹൈറ്റിൽ നിൽക്കുക. ഇഷ്ടപ്പെട്ടോ? എടി കള്ളി ഇഷ്ടപ്പെട്ടോ? എടി കള്ളി ഇതിലേക്ക് ഇതിനകത്ത് നമ്മൾ നിറയെ കൊടുത്തിങ്ങനെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അങ്ങ് വരെ ചെടിച്ചട്ടി തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിടിപ്പിച്ചതാണ്. അതിപ്പോൾ ഉപകാരമായി. നിർത്തി. അപ്പോൾ കാറ് കഴുകലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാടമുട്ടയൊന്ന് പുഴുങ്ങി, എരിവ് വേണ്ടവർക്ക് കുറച്ചൊന്ന് മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടലക്കറി വെക്കുമ്പോൾ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കടലക്ക എടുത്തിട്ട് ഒന്ന് പെരട്ടി, മസാലയൊക്കെ പെരട്ടിയിട്ട് മുളക് ഏറെയിട്ട് അതെൻ്റെ ഉമ്മായിക്കും എൻ്റെ ഭർത്താവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് വന്നു. ദോശയും കടലക്കറിയും കടല ഒന്ന് റോസ്റ്റ് ചെയ്തതുപോലെ എടുത്തതും ഒക്കെ ആയിട്ട് എല്ലാവരും കഴിക്കുകയാണേ. അപ്പം അതിനെ പാത്ത് 2 കള്ളന്മാർ വന്നിരുന്ന് തിന്നുന്ന കണ്ടോ, 2 കള്ളക്കുമ്പിടികൾ ആണല്ലേ. കുഞ്ഞപ്പം മേളം ഉണ്ടാക്കും. അവന് പനിയാ, ചുമ വരും. അതിന് പതുക്ക മുറിയൊക്കെ കുറ്റിയിട്ടിട്ട് കള്ളന്മാർ രണ്ടും കൂടെ വന്നിരിക്കുക. എന്തിയേ സനൂപ്പ, നമ്മുടെ സനൂപ്പനൊന്ന് നോക്കിയേ. 3 കൂടെ ഒരാൾ കുറേ ആടിയേച്ച് മാറിപ്പോയിരിക്കുക. കുഞ്ഞപ്പൻ വാപ്പാപ്പായുമായിട്ട് കാറ് കഴുകാനുള്ള അടിയും കഴിഞ്ഞ് പോയി, ഒരുറക്കവും കൂടെ കഴിഞ്ഞ് വന്നതാ. എങ്ങനെ ഞാൻ പറഞ്ഞേ, മക്കളെ നമ്മൾ പോകുന്നിടത്ത് ബീച്ചിലോ എവിടാന്ന് വെച്ചാൽ ഒന്നും കൊണ്ട് അവളുമാര് റീലെടുക്കാൻ പോവാന്ന് തോന്നുന്നു കേട്ടോ. ഉമറാണി ഉമ്മയും കാണീരങ്ങനെയൊക്കെ അവര് റീലെടുക്കുക. അല്ലോ എനിക്ക് വയ്യ. പോവാന്നോ, കട്ടൻ ചായ തിളച്ച് കാണുക പുള്ളിക്കാരനോട്. അത് പൊളിച്ചടുക്കുവടി. ഇത് കണ്ടോ, ഇത് മിക്കവാറും ഇന്ന് പൊളിച്ചിടും. ഒരാൾ അതിൽ പോയിരുന്നാട്.
അല്ല സിയ സുരുവിൻ്റെ കൂടെ ഓടി കേട്ടോ. കുഞ്ഞപ്പനും എൻ്റെ പടച്ചവനെ ഇന്ന് ഇത് തിളക്കി അവന്മാർ താഴെ ഇറക്കും. രാവിലെ ഞാൻ കണ്ട് രായൻ ഇന്നലെ രാത്രിയിലെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പുറത്തായിരുന്നു, നടുക്കാണ് അതിൻ്റെ ഹുക്ക്. പക്ഷേ നമുക്ക് വണ്ടി ഒന്ന് കയറ്റുകയോ ഇറക്കുകയോ ചെയ്യണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവന്മാരത് പൊളിച്ചെടുക്കും. തല കറങ്ങും മക്കളെ, അനങ്ങാരി അവളുമാര് റീൽസ് എടുക്കുക. ചെറുത് സുലുവിൻ്റെ കൂടെ പോയി. എപ്പോഴൊക്കെ അവൻ ഹെൽമെറ്റ് ചോദിക്കാൻ വന്നു. ശാലം ഒന്ന് നോക്കടി. പപ്പായും കൂടെ അങ്ങോട്ട് നീ. ഇവിടെ പുതിയ പൂട്ടൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം തടിയൊക്കെ വേണ്ടത് അറുത്ത് വാരി ഇട്ടിരിക്കുന്നുണ്ട്. പുതിയ ഇതൊക്കെ വെക്കുക. ഇത് ഞങ്ങളുടെ താരം, ഇന്നത്തെ താരമായിട്ട് അവിടെ പിന്നെ പൂട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. പഴയതെല്ലാം കേടായത് തന്നെയല്ല, എൻ്റെ 1-2 മാക്സിയും ചുരിദാറും ഒക്കെ നശിച്ച് അതിൻ്റെ പിടിയെ കൊണ്ടിട്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾ രാവിലെ ഇന്നത്തെ പണി ഇതാണ്. എല്ലാ റൂമിലെയും പൂട്ടുകളൊക്കെ മാറ്റുക. അപ്പായി മക്കളും കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിരികേറ്റിട്ട് ഇവന് തമ്മി തല്ലിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഈ ആച്ചിക്ക് എങ്ങനെയാന്നറിയാം, വാപ്പാപ്പാടുക്ക് ആച്ചിക്കുട്ടന് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അവനെ മാത്രമേ വാപ്പപ്പ സ്നേഹിക്കാവൂ. വാപ്പപ്പയുടെ കരളിൻ്റെ കഷണമാണ് ശാലുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അവളെ പോലും ഇപ്പം സ്നേഹിക്കാൻ അവൻ സമ്മതിക്കത്തില്ല, അവൻ്റെ മാത്രം സ്വന്തമാണ്. കണ്ടോടി കണ്ടോടി ശാലു. അതെ, അവള് പറ്റ മോനാന്ന്. എടീ റുക്കു ആച്ചിയെ കണ്ട ശാലു പ്രസവിച്ച മോനാന്നേ പറയുന്നത്. അപ്പ മോനാ അവന്. അപ്പമോന അത് കുഞ്ഞിലേ അങ്ങനെയായിരുന്നു അപ്പയുടെ. ദേ നിങ്ങൾ രണ്ടുപേരും വന്നിറങ്ങിയ വീഡിയോ കണ്ടിട്ട് തന്നെ പലരും പറഞ്ഞു മോളും മരുമോളും ഒരുപോലെ ഇരിക്കുന്നെന്ന്. ആണല്ലേ? എന്റെ റബ്ബേ എന്നെ കൊല്ലരുത് ഞാൻ പറഞ്ഞിട്ട്. അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ റബ്ബേ, ആരുടെയും കണ്ണുപെടാതിരിക്കട്ടെ. പോയില്ല അവിടെ അവിടെ നല്ല വെളിച്ചം കിട്ടും. വീട്ടിലിരിക്കും. രണ്ടവളുമാരും വന്ന് കഥയും പറഞ്ഞൊക്കെ ഇരിക്കുക കേട്ടോ. ഒത്തിരി നാളായില്ലേ ഇവിടെ വന്ന്. ഏതൊരാശീത്താ കാണിക്കുന്ന വേല കണ്ടോടി ശാലു. ആണെന്ന് തോന്നുന്നു. അല്ലല്ലേ സിയാക്ക് പോയി ആരുമില്ലല്ലോ ബാത്റൂമില്. ആളുണ്ടല്ലോ എന്തായാലും. നോക്ക് ആ കിങ്ങിണി അങ്ങ് മേളോട്ട് വെച്ചില്ലേ കിങ്ങിണി. എനിക്ക് വയ്യ ഇവിടെ കാര്യമാണ്. നിങ്ങളോട് പ്രത്യേകം പറയാൻ നമ്മുടെ ഷിഫാനുണ്ട്, കോയമ്പത്തൂരുള്ളതാ. നമുക്കറിയാം, ഞാനെപ്പോഴും പറയത്തില്ലേ ഷിഫാൻ. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു ഹായ് കൊടുക്കാൻ പറയട്ടെ. നമ്മുടെ
നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നിങ്ങളുടെ ഒരു ഹായ് പറയാൻ എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും നിങ്ങളെ ഇത്രയും കാലം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ തിരക്കും അത് ഞങ്ങൾക്ക് അറിയുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെയും തിരക്കാനൊക്കെ ഉണ്ടല്ലോ, കാരണമാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ. നിങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ആരോ വന്ന ആ ഒരു സന്തോഷമാണ്. സത്യത്തിൽ നമുക്ക് കേട്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. സത്യത്തിൽ നമുക്ക് ഒരു നമ്മുടെ സ്വന്തം തന്നെ അല്ലാതെ കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഉമ്മിയും നിങ്ങളാ കാണിക്കുന്ന ആത്മാർത്ഥത തന്നെ നിങ്ങളുടെ അടുത്ത് ഉമ്മി കാണിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇത്രയും പേരുടെ സ്നേഹം കിട്ടുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഉമ്മയുടെ കഷ്ടപ്പാടിന് അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും അതുവഴി നമ്മളെ ഉമ്മി ഒരു ഇതായിട്ട് നമ്മളെ അറിയുന്നു ആൾക്കാരെ. അപ്പൊ എല്ലാരോടും വലിയൊരു താങ്ക്സ് തന്നെ ഉണ്ട്. അതെ എന്നും. പിന്നെ അപ്പൊ എനിക്ക് അവിടെ കാര്യമൊന്നും പറയണ്ട. ഈ റുക്കു ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടുകയാണ് ഇങ്ങനെ. പറയൂ എന്തോ പറയുന്നറിയാം. അവൾ എന്തോ പറഞ്ഞ് ഞാൻ ചിരിക്കാനായിട്ട് അവള് വാറന്ന് കൊറേ വിടുവായിട്ട് പറഞ്ഞില്ല. എന്ത് പറഞ്ഞാലും ഞാനത് ചിരിക്കാനിരിക്കുക. എന്നിട്ട് ചൊല്ലിക്കറി എന്തൊരു കഷ്ടമാണ് എന്റെ ശാലും. അവൾ എന്തേലും ഒരു വഴക്ക് പറയും, അതിനൊരു ചിരിക്കാനൊരു വൃത്തിയുണ്ട്. ആവശ്യമില്ലാതെ അവളെ പ്രോത്സാഹിപ്പിച്ച് ഇത്തരം വർത്താനങ്ങളൊക്കെ പറയിപ്പിക്കുന്നത്. ഇറുക്കു എന്നെ പോലെ കേട്ടോ, കൗണ്ടർ അടിക്കാൻ സൂപ്പറാണ്. ശാലുവിന്റെ ഹസ്ബൻഡ് ഹാഷിർക്കായ പ്രത്യേകത അൻസർ അതെന്തോന്നറിയോ? ഞങ്ങൾ ഇന്നലെ പേര് അറിയത്തില്ല. അത് എനിക്ക് മനസ്സിലായി. മോളെ ഹാഷിറിന് സുഖമാണോന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി അൻസറിക്ക് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ സുഖമായിട്ടിരിക്കുന്നു. ഹാഷിറോ? ഹാഷിറോ അഷ്കർ അൻസർ. മോളെ ഞാൻ പേര് മറന്നു പോയി. എന്തായാലും അതിന് ഒരേ അക്ഷരം ഉണ്ടല്ലോ. ഞാൻ എന്താ ഷിറോ. അങ്ങനെ ഞങ്ങളുടെ കുടുംബ ആസ്ഥാന പിന്നെ കൊമേഡിയനാണ് ഞങ്ങളുടെ റുക്കു കേട്ടോ. ഗായികയാണ്. ഗായിക എത്ര ദൂരത്തിലാണോ ഒന്ന് പാടിക്കേടോ. അടിപൊളിയല്ലേ. എത്ര ദൂരത്തിലാ നജീമിന്റെ ആയിരുന്നോ എൻ്റെ പൊന്നു ഇരുന്നോട്ടടി എൻ്റെ പൊന്നും കൂടി ഇരുന്നോട്ടടി. എന്താ നമ്മുടെ ഉമ വന്നു കഴിഞ്ഞാൽ ഇവളുമാരുണ്ടെങ്കിൽ ഇതാണ് ഒരു എന്തിനാണ് എൻ്റെ പൊന്നു കരയുന്നത്. ഉമയമ്മ ഉമയമ്മ സൂപ്പറായിട്ടുണ്ടെന്ന് കണ്ട. മതി. ഉമയ്ക്ക് കിട്ടിയോ? ഉമയെടുത്തോ? അയ്യോ ഇല്ല, നിനക്ക് കിട്ടിയോ? എന്നാ ഇതിന്ന് ആർക്ക് വേണം? നിങ്ങൾ വേണ്ട എടി കുടിക്കട്ടടി. ഷെയറിങ് ഈസ് കെയർ. സുലുനുണ്ടോ? അപ്പൊ ഇന്ന പപ്പ കുടിച്ചോ? ഇത് പപ്പ അവൻ തന്നതാ അവന് കൊടുക്കാന്. വന്ന് പപ്പ അവന്റെ പപ്പാച്ചി പോയതിന് കിടന്ന് ബഹളം വെച്ചിരിക്കുക. അയ്യോ എൻ്റെ ഇപ്പൊ വന്നതാ അവൻ. പിന്നെ സുലു അങ്ങാണ്ട് പോയാൻ ഇവൻ തകർക്കുമായിരുന്നു. കരഞ്ഞ ക്ഷീണം ഒന്ന് തീരട്ടെ കുഞ്ഞിന്റെ. ഇത്രയും കരഞ്ഞില്ലേ? കരഞ്ഞ ക്ഷീണം ഒന്ന് മാറട്ടെ. വെളി പുറത്ത് പോയേച്ച് വന്നവനാ. പക്ഷേ വീഴല്ലേ. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ 100 നിരിശാലു പെരിയോനേ റഹീം. ലൈറ്റ് റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം.
പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ മണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ നേരുന്നാലും അറിയണുണ്ടേ, നീണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, കൊച്ചോളങ്ങളെ നീന്തി തുടിച്ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്, തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചുനുണക്കുഴിയും ആ വിളക്കിൽ വെളിച്ചമാണെന്നും അവിടെയും പാടുക പിള്ളേരും. തുള്ളിയാണെന്നുടെ കൽവിൽ മരുപ്പരമ്പില്ലോ, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, അങ്ങാകലെ അങ്ങാകലെ കുഞ്ഞപ്പനും പാടുക പിള്ളേരെല്ലാം. മഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ എന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനത്, കണ്ടില്ല കണ്ടില്ല നിന്നനത്. ആച്ചി പാടുകയും നമ്മുടെ ദിയ മോള് ഡാൻസ് കളിക്കുകയുമാണ്. ആ ഉറക്കപ്പാട് കേൾക്കാൻ വയ്യ. വണ്ടിയുടെ സൗണ്ട് കണ്ട് കേൾക്കാത്തതാ കേട്ടോ. കൊതുക് കടിച്ചതാ, കൊതുക്. ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും പ്രാന്തൻ രാഘവനായിട്ടിരിക്കുന്നു. പാടിക്കോ, അതിനെന്താ അമ്മയുടെ പൊന്നു മക്കള് പാടിക്കും. രവൻ പാടുന്നു.
ആ ഓ യെസ് അങ്ങനെയില്ല, യെസ് കൂടെ ഒന്ന് പാടിയാ മതി. യെസ് ആച്ചി എന്നെ നോക്ക്. പാടുന്നില്ല. അങ്ങ് വാഴക്കോണില് നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ ഇങ്ങ് നീലത്തുരത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പരന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിരിയല്ലോ പതുങ്ങിയല്ലോ താഴെ കൊടുത്തുള്ളോരാ ചെരുക്കും വെറ്റിലച്ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉറങ്ങ് 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 നീ നടന്നു പോകുമാ നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാടി നീ എതിരിലുമെത്തുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിലെ കമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കടിതരും ചൂടും നീരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും നീയെന്ന വിട്ടെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് കഥകളെ നീ ഉടച്ചുവാ ഉയർന്നുവാ ഉയർന്നുവാ ഉലകിനെ നീ ജയിച്ചുവാ. എൻ്റെ ചനുപ്പം വന്നപ്പോഴത്തേക്ക് പാട്ട് തീർന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ. ഞങ്ങൾ യാത്ര ചെയ്താലും ഇങ്ങനെ തന്നെയാണ്. ഇല്ലടി ഇറുക്കമ്മേ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാമല്ലോ. കുഞ്ഞപ്പൻ നല്ല പാട്ടുകാരനാ കേട്ടോ. എൻ്റെ കുഞ്ഞപ്പനും എല്ലാ പാട്ടും പാടും. എൻ്റെ കുഞ്ഞപ്പൻ എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. കുഞ്ഞപ്പന് നല്ല ചൂടും പനിയുണ്ട്. ആച്ചിക്കുട്ടനാണെങ്കിൽ നല്ല ചുമയും ഉണ്ട്. അപ്പം അവർ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാനായിട്ട് പോവാണേ. ചോറ് മാന്തലുണ്ടല്ലോ, നമ്മുടെ മാന്തല് മണൽപൂന്തി എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം വേണ്ടത്. നമ്മൾ പച്ചക്കറി വെച്ചു, മാന്തല് പാവയ്ക്ക മെഴുകുരട്ടി, മാന്തല് പൊരിച്ച്. ഇത് നമ്മുടെ സിലോപ്പിയാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞ് സിലോപ്പിയ ഉണ്ടല്ലോ, അത് പൊരിച്ച്. രാവിലത്തെ കടലക്കറി, നമ്മുടെ എന്താ പറയുന്ന വെണ്ടയ്ക്കായുമായിട്ട് പച്ചടി, വെണ്ടയ്ക്കായും തൈരും കൂടെ പച്ചടി. ശാലുവേ, സുനിയേ ചോറിങ്ങോട്ടിട്. ഇത് ചൂടോടെ എടുത്ത് തിന്നണേ, നല്ല ടേസ്റ്റാ. ഏറെ അങ്ങോട്ട് അമ്മ അങ്ങോട്ട് ഇടുമ്മ വിളമ്പിത്തരാതെ പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാം. ആദ്യം അങ്ങോട്ട് കൊടുത്തേച്ചാട്ടെന്ന് വിചാരിച്ച്. ഒരാൾ വിളമ്പി തരുന്നത്, അത് ഉമ്മ വിളമ്പി തരുമ്പോൾ ഒരു ഐശ്വര്യമില്ലേ.
ആ മതി. അതാ എന്താന്ന് നമ്മളെ കൊണ്ട് വിളപ്പിക്കാത്ത ഇച്ചിരി മതി. ഉമ്മക്ക് നമ്മൾ വിളമ്പിയ ഏറെ വിളമ്പത്തില്ലേ, അതിനാ. വിശക്കുന്നുണ്ടോ സിയമോളെ? സിയമോളെ വിശക്കുന്നുണ്ടോ? സിയമോളെ ഉമ്മയുടെ പോയിന്റ് നോക്കിയേ. വിശക്കുന്നില്ലയോ രണ്ടുപേർക്കും? ഈ ശാഖല ഒന്ന് ഒരു അല്ലടി, അത് കഴിയുമ്പോ അങ്ങ് ഞങ്ങൾ വെറും തണുതണാന്നങ്ങാവും. അപ്പൊ അതിന് ഞാനൊരു ശകലം നമ്മുടെ സുനിമോൾ നീ കറി അങ്ങോട്ട് എടുത്തേ. നല്ലതായിട്ട് പുളി ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. മാങ്ങ വെക്കട്ടെ, മാങ്ങ എല്ലാം ഇതേണ്ട സിലോപ്പിയ അതിൽ നിന്ന് ഇത് ഉമ്മാക്ക് ഇഷ്ടമുള്ള സംഭവം. ഇച്ചിരി നിങ്ങളും എടുത്തോ. ഞാൻ എടുത്തോണ്ട് തരാം വേസ്റ്റ് പാത്രം തരാം. എന്ത് വേണം? കയ്യിലായോ? മര്യാദക്ക് ഇത് പിച്ചി കൂട്ടങ്ങോട്ട്. ഞാൻ മുമ്പേ സിയാൻ്റെ എടുക്കുമെന്ന് പറഞ്ഞേ, ശാലു എനിക്ക് വായിൽ വെച്ച് തന്നു ദോശ. ഉടനെ സിയ ചോദിക്കുക, ഉമ്മിക്ക് വാരി തരുന്നോ? ഞാൻ പറഞ്ഞേ ഉമ്മി ബേബിയാണോ? ഞാൻ പറഞ്ഞേ ഉമ്മി അവള് ബേബിയായ സമയത്ത് എല്ലാം വാരി കൊടുത്തില്ലേ. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മൾ വയസ്സാകുമ്പോൾ അമ്മമാർക്ക് ബേബിയെ നോക്കുന്ന പോലെ നമ്മൾ നോക്കണം. അന്നേരം പറയാണോ ഉമ്മി വാരി? ഞാൻ പറയാ ഉമ്മി വാരി കൊടുത്തു. അപ്പം ഉമ്മി വയസ്സാകുമ്പോൾ ഉമ്മയ്ക്ക് വാരി വെച്ച് തരണം. നമ്മുടെ ഉമ്മച്ച അതുപോലെ ഓരോരുത്തരും അമ്മമാർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കണം. അങ്ങനെയാന്ന് പറഞ്ഞു ചിരിക്കുന്ന നേരം. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കരുനാഗപ്പള്ളി സുറുമയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് സെബിയെ ഒന്ന് കാണണം. ഞങ്ങളിതാ നമ്മുടെ സുറുമയിലൊന്ന് വന്നതാണ് നമ്മുടെ പിള്ളേരുമായിട്ട്. വേണ്ട കുഞ്ഞപ്പൻ ഇവിടെ തകർത്ത്, സിയ ഇങ്ങോട്ട് നോക്ക്, കുഞ്ഞപ്പൻ ഇവിടെ തകർത്ത് മറിച്ചു. നമ്മുടെ ആച്ചിയും സാനുക്കുട്ടൻ എന്താണ്ട് നിൽക്കുന്നു. ഹായ്, വേണ്ട ഞങ്ങളെല്ലാരും കൂടെ സുറുമ വരെ ഒന്ന് വന്നതാണ്. നമ്മുടെ എടാ അടങ്ങി നിക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞ് വേണ്ട. ഇവിടെ പൊളിച്ചടുക്കി ഇവന്മാര് 3-4 അവസാനം ഞാൻ സുലുവിനെ വിളിച്ചു വരുത്തി വണ്ടിക്കകത്ത്. എവിടെ പോവാ? ഇത് നമ്മുടെ സജി നമ്മൾ പഴയ സുറുമയിൽ ചെല്ലുമ്പോ കണ്ടിട്ടുള്ള ആളാ. ദണ്ട ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ നിക്ക്. നമ്മുടെ സുറുമയുടെ 3ാമത്തെ ഫ്ലോറാണ്. നിങ്ങൾ പോയിട്ട് സബിയെ കാണാൻ പോകുന്നു. അപ്പൊ ഞങ്ങള് സുറുമയിൽ വന്ന് വെറുതെ ഒന്ന് വന്നു, കുറച്ചൊന്ന് നോക്കി. ഇവളുമാർക്ക് ഇഷ്ടപ്പെട്ടു നോക്കി കിൻഡലെടുത്തു. അതെ, കുറച്ചൊന്ന് നോക്കി കിൻഡലെടുത്തു. എനിക്കും എടുത്തു, അവളുമാർക്കും എടുത്തു. ഓ കുട്ടികളുടെ ഞങ്ങളുടെ സെബിയെ ഒന്ന് കാണാൻ പോവാ. മാനേജിങ് ഡയറക്ടർ ഞങ്ങളുടെ താരം തന്നെ. നിങ്ങൾ ദിവസവും വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഞങ്ങളുടെ സ്വന്തം. അത് ഹസ്ബൻഡല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ വരെ വന്നു. എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെല്ലാവരും മിക്കപേരും എൻ്റെ വീഡിയോയിൽ കൂടി സുറുമയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ സുറുമയുടെ ഒരുപാട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ഞങ്ങളുടെ സ്വന്തം എന്നും അപ്പം എല്ലാവരും ഇങ്ങോട്ട് പോരെ. പുതിയ ഷോറൂം പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സെലക്ഷൻ. ശാലിന്റെ അഭിപ്രായം പറയും. അവിടെ അങ്ങോട്ട് പോകും. അതെ
അവളുമാര് തന്നെ പരസ്യത്തിൽ ഇവിടെ എടുക്കുന്നതല്ല ഇവര് തന്നെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു 100 എണ്ണം അല്ലല്ലോ ഇപ്പൊ ഈ അടുത്ത എടുക്കുന്നത് എല്ലാരും റിയാദിൽ തന്നെ ചോദിക്കുന്നുണ്ട് പലരും എവിടുന്നാണ്. ഇപ്പൊ ഇന്ന് തന്നെ റിയാദിൽ നിന്ന് ഒരു കസ്റ്റമർ എത്തായിരുന്നു, എന്റെ കൂട്ടുകാരി നമ്മളതുപോലെ പബ്ലിസിറ്റി പിന്നെ ഈ സുറുമേല സാധനം തന്നെയാണ് 2 ആഴ്ചക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു 10-100 എണ്ണം നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് പോരെ, സൂപ്പർ സെലക്ഷൻ. അതാണ്ടാ ഇവരിട്ടിരിക്കുന്ന മൊഡാൽ കണ്ടോ? ഇപ്പൊ മിസ് കളക്ഷനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ നമ്മുടെ സെബി കണ്ടല്ലോ, നിങ്ങൾ മിക്കപ്പോഴും എല്ലാ ദിവസവും വീഡിയോ കാണുന്നത്. നിങ്ങളെ പോലെ ഞാനും വീഡിയോയ്ക്ക് സുറുമയുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. അത് കാണുന്നത് തന്നെ ഒരു സുഖമല്ലേ. അപ്പൊ നമുക്ക് മേടിക്കാൻ ഒരു പെട്ടെന്നൊരു മാറ്റങ്ങളൊന്നും ഇല്ല. അന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അന്നും ഇന്നും എന്നും അതാ. അത് സത്യം പറഞ്ഞ ഒരു പോസിറ്റീവ്, അതൊരു പോയിന്റാണ്, പോസിറ്റീവാണ് പുള്ളിക്കാരുടെ. പലരും ചെറിയ കടയിൽ തുടങ്ങി കഴിഞ്ഞ് വലിയതൊക്കെ ആവുമ്പോൾ ഗമയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അങ്ങനല്ല. അന്നും ഇന്നും എപ്പോഴും ആ ചെടി കാണുമ്പോൾ നമ്മളെ വിളിക്കുമ്പോഴാണ് ഇനി എത്ര തിരക്കാണെങ്കിലും പാതിരാത്രി ഞങ്ങൾ വിളിച്ചാൽ പോകണം. ഇവിടെ കട തുടങ്ങി അതുപോലെ തന്നെ ഞങ്ങൾ വരും പറയും പലങ്കയാണ്. അപ്പൊ പുതിയ ഷോറൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ കളക്ഷൻസ്, വിലയും നമുക്ക് ഒതുങ്ങുന്ന വിലയിലുള്ള, അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്ന അഫോർഡബിൾ പ്രൈസ് ആണ്. എല്ലാ ആൾക്കാർ ഓപ്പൺ ആയിടം തൊട്ട് നമ്മളോടൊപ്പം ഉള്ള ഒരു കസ്റ്റമറാണ്. പക്ഷെ ഫാമിലി ആയിട്ട് അവര് സൗദിയിലാണ് എങ്കിലും വരുമ്പോഴായാലും എപ്പോഴും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യും. എന്റെ സ്വന്തം അനിയത്തെ പോലാണ് എല്ലാം. രണ്ടുപേരും ഷാദു ആയാലും റുക്കു ആയാലും പിന്നെ ഉമ്മിച്ചേരാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും മോള് നമുക്ക് എത്ര കാലം കൊണ്ടാണ് നമ്മുടെ ഇന്ന് മോള് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പം കുറെ കാലം, അതായത് സുറുമ ഫസ്റ്റ് കുറെ വർഷങ്ങളായി. അതായത് സുറുമ ഫസ്റ്റ് തുടങ്ങിയപ്പോ തൊട്ടേ ഉള്ള കസ്റ്റമേഴ്സ് ആണ് ഞങ്ങള്. കസ്റ്റമേഴ്സിനെക്കാട്ടിലും ഉപരി ഞങ്ങള് റിലേറ്റീവ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര അടുത്ത് നമ്മള് ഉള്ള ആൾക്കാര്, അത്ര ആത്മബന്ധമുള്ള ആൾക്കാരാണ്. അതെ, ഞങ്ങളുടെ അന്ന് തൊട്ടുള്ള സബീനാത്ത ഇപ്പോഴും അതേ സബീനാത്ത തന്നെ. ഇപ്പൊ ഞങ്ങൾ ഒരു മാറ്റവും ഇല്ല. ഇപ്പം ഒരു സുറുമ ഇവിടെ കരുനാപ്പള്ളിയില്, ഇപ്പം 2ാമത്തെ ഷോറൂം കരുനാപ്പള്ളിയില്, 3ാമത്തെ 3 ഷോപ്പ് ഒരെണ്ണം കൂടെ ഉടനെ വരുന്നുണ്ട്. അത് എറണാകുളം നോക്കുന്നുണ്ട് നമ്മള്, ഉടനെ വരും. മോളെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നമ്മളുടെ ആ ഒരു ജേണി നിങ്ങൾ കാണുന്നതല്ലേ? അപ്പൊ മോക്കിത് കണ്ടപ്പോ മോക്ക് അഭിമാനമില്ലെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ ഒരുപാട്? അതായത് സത്യം പറഞ്ഞാൽ കരുനാപ്പള്ളി ഇത്ര കളക്ഷനുള്ള സത്യം ആദ്യമായിട്ട് അല്ല, ഉള്ള കാര്യം പറയണല്ലോ. ആദ്യം ഈ സുറുമ തുടങ്ങിയ സമയത്ത് കളക്ഷൻ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റിച്ചിങ് ചോദിക്കും ഇത് എവിടെ പോയാലും ആൾക്കാർ ചോദിക്കും. അതായത് സൗദിയിൽ ഞങ്ങൾ എവിടെ ഇട്ടാലും എല്ലാരും ഞങ്ങളോട് ചോദിക്കും എവിടെ നിന്നാണ്. ഞങ്ങൾ അങ്ങനെ ആ സമയത്താണ് ഓൺലൈനും തുടങ്ങി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരുന്നു. പർച്ചേസിങ് യൂസ് ചെയ്യും. മറ്റേത് നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ വന്ന് എടുക്കലും ഒക്കെ. മറ്റേതാകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോൾ കാണുന്നോ ഇഷ്ടപ്പെടുന്ന ഓൺലൈനിൽ ഓർഡർ ചെയ്യും, വീട്ടിൽ വരും. ആരെങ്കിലും സൗദിയിലേക്ക് വരുമ്പോൾ കൊടുത്തു വരും. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ വരുന്നതെല്ലാം വാങ്ങി ഞാൻ വെക്കും. അത് ആരെങ്കിലും പോകുന്നവരുടെയൊക്കെ എല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ളത്. എന്റെ ഉമ്മിക്കുള്ള, എന്റെ ഉമ്മി ഇവിടുത്തെ നാട്ടിലില്ല ആള്. അതെ അതെ, എല്ലാം സെറ്റിൽ ആയിരിക്കുന്നത് സൗദി തന്നെയാണ്. പിന്നെ വരുമ്പോ എന്തായാലും സുറുമ വിസിറ്റ് ചെയ്യാതെ പോകത്തില്ല. എന്റെ ഏറ്റവും വലിയ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പർച്ചേസ് ഉണ്ട്. എനിക്ക് നല്ലൊരു ബിഗ് എന്താ പറയാ, നല്ല രീതിയിലൊരു പർച്ചേസിങ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെന്താ നമ്മളെ പ്രത്യേകിച്ച് പറയാനുള്ളത്? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ടും പറയാനുള്ള, പുള്ളിക്കാരി ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ അവൈലബിൾ ആണ്. അങ്ങനെ ഇത്രയൊക്കെ തിരക്കുള്ള ആളുകളൊന്നും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും എടുക്കാറും മൈൻഡ് ചെയ്യാറൊന്നും ഇല്ല. വിളിച്ചേ എന്നോട് പറയും ഇത്ത അങ്ങനെ അത് ചെയ്ത ഇത് ചെയ്ത് എനിക്ക് ഓരോന്ന് സജഷനും തന്നുകൊണ്ടേ ഇരിക്കും. കാരണം അത്രയും ഒരു സ്നേഹബന്ധം ആയല്ലോ ഇത് വഴി നോക്കുമ്പോൾ വലിയ സന്തോഷം. പുതിയ പുതിയ ട്രെൻഡിങ്സ് ആയിട്ടുള്ള ടോപ്സ്, വെറൈറ്റി എല്ലാ സാധനങ്ങളും സുറുമയുടെ ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങോട്ട് പോരെ. എല്ലാരും പുതിയ സുറുമയിലോട്ട് പോയി വന്നോളൂ. വന്നാൽ നമുക്ക് മനസ്സിൽ സംതൃപ്തിയായിട്ട് തിരിച്ചു പോകാം. അതാണ് മെച്ചം. ഞങ്ങൾ ഇവിടെ വന്ന് നല്ല അതായത് നല്ല സെലക്ഷൻസ് ഉണ്ട്. എല്ലാരും വിസിറ്റ് ചെയ്യുക മസ്റ്റ് ആയിട്ടും.
പിന്നെ അറിയാലോ ഇവരൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ, കാരണം പിള്ളേർക്കാണ് നമ്മളെ ടീനേജ് പിള്ളേർ, ടീനേജ് ഇച്ചിരി ടീനേജ് മാറില്ലേ, എങ്കിലും അവളുമാരൊക്കെ ഇടുമ്പോ ഡ്രസ്സ് ഇടുമ്പോ ഇപ്പൊ ഇതൊക്കെ ആയാലും മോഡാലിന്റെ ഒക്കെ ഇട്ടപ്പം നമുക്ക് നേരിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മുടെ ഐറ്റം ഒക്കെ തയ്ച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുമ്പോഴും അവർ വേറെ ചെയ്തിട്ട് അവരുടെ അഭിപ്രായം പറയുമ്പോഴും നമുക്ക് സുർമേര തന്നെയാണ് വീട്ടിലുള്ള കളക്ഷൻ കൂടുതൽ. പിന്നെ ഞങ്ങളുടെ സജീത്തായും ഉണ്ട്, അന്ന് ഇന്ന് സജീത്തായും ഉണ്ട്, സബീനാക്കയുടെ കൂടെ തന്നെ എപ്പോഴും ഞങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാലും ഇത്ത കറക്റ്റ് ചെയ്യും. ഇത്ത സ്ഥലത്തില്ലെങ്കിൽ സജീത്താണ് കറക്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കാര്യങ്ങള്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എവിടുന്നെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരും. അത് ഇവിടെ എല്ലാവർക്കും അങ്ങനെ കേട്ടോ, ഞങ്ങൾക്ക് മാത്രമല്ല നമ്മളോടൊപ്പം നിൽക്കുന്നത്. എല്ലാരോടും അങ്ങനെ നിക്കണമെന്ന് ആഗ്രഹം, അങ്ങനെ സാധിക്കട്ടെ അല്ലേ? അതെ, എല്ലാരോടും ഇവിടെ വന്നിട്ടും എല്ലാ സ്റ്റാഫുമാരും നല്ല സഹകരണം ശ്രദ്ധിച്ചു. നമ്മുടെ പുതിയ ഷോപ്പിലെ സ്റ്റാഫുമാരും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് വേണ്ടിട്ട് എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. നമ്മളെടുത്ത് കണ്ടിട്ടും ഇഷ്ടപ്പെട്ടില്ല, എത്ര എണ്ണം എടുത്തിട്ടാലും അവരുടെ മുഖത്തിനൊരു മാറ്റമൊന്നും ഇല്ല. നമ്മളെ പെട്ടെന്ന് സെലക്ഷൻ എല്ലാം കഴിഞ്ഞല്ലോ, കിട്ടി. ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കിട്ടി. അപ്പൊ എല്ലാ ഭാവങ്ങളും നേരുന്നു. അതെ, ഇനി ഒരുപാട് പല പല ജില്ലകളിലേക്ക് സുർമ വരട്ടെ. ഞങ്ങൾ എറണാകുളം പ്രതീക്ഷിക്കുന്നു സുർമ ഉടൻ തന്നെ. തീർച്ചയായിട്ടും എറണാകുളത്ത് എത്തുന്നതായിരിക്കും. ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ടുക്കൂനെയും വിശാലിനെ പോലെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് കാണും, ഇട്ടായ പോലുള്ളവർ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് അല്ലേ? അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു റിവ്യൂയിലൂടെയോ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.